ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിറിൽ ജോർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡായ ഷോമിയുടെ മീ ബാൻഡ് 5ന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതായുള്ള ബെൽ ബട്ടൺ കൊടുത്ത് എന്നെ വിളിച്ചേക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോമി മി ബാൻഡ് 5. മി ബാൻഡ് 5 എന്ന് പറയുന്നത് ഷോമി മി ബാൻഡ് 3യുടെ മി ബാൻഡ് 4ന്റെ ഒരു സക്സീഡർ ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മി ബാൻഡ് 5ന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ബോക്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മി ബാൻഡ് 3യിലും മി ബാൻഡ് 4ലും എല്ലാം വരുന്നത് സെയിം ആയിട്ടുള്ള ബോക്സിനാണ്. ഡിസൈൻ ഒന്നും തന്നെ ഒരു ചേഞ്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം സെയിം ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് വെൽ പാക്കഡ് ആയിട്ടാണ് മി ബാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മി ബാൻഡ് 5. അപ്പോൾ ഇനി നമുക്ക് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു മാഗ്നറ്റിക് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് പിന്നാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് പേപ്പർ വർക്സും യൂസർ മാനുവൽ മാത്രമാണ് ഈ ഒരു മി ബാൻഡ് 5ന്റെ ഈ ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് മി ബാൻഡ് 5ന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന ഒരു 1.1 ഇഞ്ചസിൻ്റെ ഒരു അമോലെഡ് ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മി ബാൻഡ് 4നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മി ബാൻഡ് 4നേക്കാളും കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് മി ബാൻഡ് 5 നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിനകത്ത് 415 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസും ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയാം, അതായത് ഒരു ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 14 ഡേയ്സ് ഓഫ് ബാറ്ററി ലൈഫാണ് മി ബാൻഡ് 5 നമുക്ക് ലഭിക്കുന്നത്. മി ബാൻഡ് 4നകത്ത് നമുക്കൊരു 21 ഡേയ്സ് ആണ് അവർ കമ്പനി പറഞ്ഞത്. എന്നാൽ മി ബാൻഡ് 5ലേക്ക് വന്നപ്പോഴേക്കും നമുക്കൊരു 14 ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് മാത്രമേ ഒരു കമ്പനി നമുക്ക് പറയുന്നുള്ളൂ. അപ്പം ഇത് അതിൻ്റെ സെൻസേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ബാറ്ററി ലൈഫിൽ ഒരു കുറച്ച് റിഡ്യൂസ് ആക്കിയത്. അപ്പോൾ നമുക്ക് മി ബാൻഡ് 5ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മി ബാൻഡ് 5ലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മി ബാൻഡ് 4നകത്ത് ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും മി ബാൻഡ് 5ൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മി ബാൻഡ് 4ന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പം മി ബാൻഡ് 5ലേക്ക് വരുമ്പോഴേക്കും മി ബാൻഡ് 4ന്റെ ഫീച്ചേഴ്സിലുപരി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടെ മി ബാൻഡ് 5ൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പൈ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് മി ബാൻഡ് 5ൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹെർട്ട് റേറ്റിനെ ഒരു പോയിന്റ്, അതായത് നമ്മുടെ ഹെൽത്തി പേഴ്സൺ ഒരു പോയിന്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിനെ നമ്മുടെ ഹെർട്ട് റേറ്റ് ഒക്കെ മെഷർ ചെയ്തിട്ട്, നമ്മൾ ബാൻഡ് ഹെർട്ട് റേറ്റിനെ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്തുമാത്രം ഹെൽത്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലായിരിക്കും നമുക്ക് ആ ഒരു ഹെൽത്തി പേഴ്സൻ്റെ ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് ബാൻഡ് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്കോർ ഡെവലപ്പ് ആവാൻ, അല്ലെങ്കിൽ നമുക്ക് സ്കോറിൽ എത്തിപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അഡ്വൈസസ് ബാൻഡ് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ പൈ എന്ന് പറഞ്ഞത്, അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം. മി ബാൻഡ് 5ലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വിളിക്കുന്ന വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്ട്രെസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് മി ബാൻഡ് 5നകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ഉണ്ട് നമ്മുടെ സ്ട്രെസ് എന്നൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇത് എന്തുമാത്രം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് മി ബാൻഡ് 5നകത്ത് വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗൈഡഡ് ബ്രീത്തിങ് എക്സസൈസ് എന്നൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഫീച്ചർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഫീച്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഫീച്ചർ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ആ ബാൻഡ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം. അതായത് ഇപ്പം ഇൻഹേലേഷൻ്റെ ഒരു ടൈം വരും, എക്സലേഷൻ്റെ ഒരു ടൈം വരും. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിനിടയ്ക്ക് നമ്മൾ ഇൻഹേൽ എക്സേൽ ആ ഒരു മോഷനിൽ അവർ പറയുന്ന സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന പോലെ ആ ഒരു മോഷന് നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രീത്തിങ്ങിന്, നമ്മുടെ ബ്രീത്തിങ് ഹാബിറ്റിനെ കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് നമ്മുടെ ബ്രീത്തിങ് ഇൻഹലേഷനും എക്സലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. പിന്നീട് മി ബാൻഡ് 5ലേക്ക് വരുമ്പോഴേക്കും വുമൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വുമൻസ് ഹെൽത്ത് മോഡ് എന്നൊരു മോഡ് അവരിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡ് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് മി ബാൻഡ് 5ന്റെ വർക്കൗട്ട് മോഡിലേക്ക് വരുമ്പോഴേക്കും മി ബാൻഡ് 4നെ വെച്ച് നോക്കുമ്പോൾ മി ബാൻഡ് 5ൽ കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട് മോഡ്സ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മി ബാൻഡ് 5ൽ നമുക്ക് യോഗ, അതുപോലെ തന്നെ നമുക്ക് ജമ്പ് റോപ്പ് തുടങ്ങിയ എക്സ്ട്രാ വർക്കൗട്ട് മോഡ്സ് മി ബാൻഡ് 5ൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മി ബാൻഡ് 4ൽ നിന്ന് വ്യത്യസ്തമാണ് മി ബാൻഡ് 5ൽ അതായത് ഒരു വേൾഡ് ക്ലോക്കും അതുപോലെ നമുക്ക് ഒരു ക്യാമറ കൺട്രോളും എക്സ്ട്രാ നമുക്ക് മി ബാൻഡ് 5ലേക്ക് വരുമ്പോഴേക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈൻഡപ്പിലേക്ക് വരുമ്പോഴേക്കും
മിബാൻ 4 മിബാൻ 5 ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മിബാൻ 4 നമുക്ക് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മിബാൻ 5 കുറച്ച് കുറവാണ്. നിങ്ങൾ തന്നെ മിബാൻ 4 മിബാൻ 5 വരുമ്പോഴേക്കും ഒരുപാട് ഫീച്ചേഴ്സ് മിബാൻ 5 നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫീച്ചേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഒരു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിബാൻ 5 ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ആണ് കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മിബാൻ 4 കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഇതിന്റെ ലുക്ക് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിബാൻ 4 വെച്ച് മിബാൻ 5 നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും ലഭിക്കുന്നില്ല എന്നെങ്കിൽ മിബാൻ 4 കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് ലുക്ക് ആയിട്ടുള്ള ഡിസൈനാണ് മിബാൻ 5 നമുക്ക് ലഭിക്കുന്നത്. അതായത് മിബാൻ 4 നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ലഭിച്ചിരിക്കുന്നത്. മിബാൻ 3 നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതായത് ചെറുതായിട്ട് സ്ക്രീൻ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എനിക്ക് പേഴ്സണലി ഒരു മിബാൻ 3 ഡിസ്പ്ലേ ആയിരുന്നു ഇതുവരെ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ മിബാൻ 5 വന്നപ്പോഴേക്കും മിബാൻ 4 മിബാൻ 3 ഡിസ്പ്ലേ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫ്ലാറ്റും അല്ല, എന്നാൽ ഒരു ചെറിയൊരു കർവൊക്കെ ഒന്ന് നല്ല ലുക്കിലായിട്ടൊരു ഡിസ്പ്ലേ ആണ് മിബാൻ 5 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ്, അതായത് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ മിബാൻ 5 നമുക്ക് നല്ല രീതിയിൽ ഒരു കുറേ ഇമ്പ്രൂവ്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് മിബാൻ 4 മിബാൻ 5 വന്നപ്പോഴേക്കും വുമൻസിന് കുറച്ചുകൂടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മിബാൻ 5 എന്ന് പറയുന്നത്. അതായത് അവരുടെ പേഴ്സണാലിറ്റി കുറച്ചുകൂടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ മിബാൻ 5 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിബാൻ 5 എന്ന് പറയുന്നത് വുമൻസിന് കുറച്ചുകൂടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് മിബാൻ 5 ഒരു അൺബോക്സിംഗ് ആൻഡ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇതായുള്ള ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.